ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രണ്ടാമതൊരു LDF സർക്കാർ തുടർച്ചയായി വരുന്നത്, ഏതോ ഒരു സർക്കാർ തുടർച്ചയായിട്ട് വരുന്നത്. അന്ന് ശമ്പള പരിഷ്കരണവും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം അനൗൺസ് ചെയ്തു. അന്നത്തെ UDFൻ്റെ നേതാവ്, അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഇത് ഞങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ശമ്പള പരിഷ്കരണം, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് കൊടുക്കാതെ ഞങ്ങൾ പൊളിയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ രമേശ് ചെന്നിത്തലയുടെ പഴയ പത്രസമ്മേളനം കാണാം. അന്ന് UDFൻ്റെ യൂണിയൻ്റെ നേതാക്കന്മാർ, രാഷ്ട്രീയം ഞാൻ അധികം പറയുകയല്ല, അതിന് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരനൊക്കെ നോട്ടീസുണ്ട്, ഇത് ഇത്രയും വലിയ ശമ്പള പരിഷ്കരണം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ ഞങ്ങളെ തകർക്കാനാണ്. പക്ഷേ ജനം തീരുമാനിച്ചു, അല്ല ഇത് ചെയ്യാൻ പറ്റുന്നവരാണല്ലോ പറഞ്ഞേ, അതുകൊണ്ട് അവർ ചില ചെയ്യട്ടെ. അങ്ങനെയാണ് വീണ്ടും LDF തന്നെയാണ് വന്നത്. അപ്പോൾ LDF വരുമ്പോൾ ആദ്യം തൊട്ടേ UDF പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഖജനാവ്, പ്രതിപക്ഷം പറയുന്നത് ഖജനാവ് പൂച്ചപറ്റി കിടക്കുകയാണ്, ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല, പെൻഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അത് അവർ പറഞ്ഞതിനകത്തൊരു വസ്തുതയുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് നിരന്തരമായ അറ്റാക്ക് കൊണ്ടായിരുന്നു, ഏറ്റവും ഒടുവിൽ ഉൾപ്പെടെ. പക്ഷേ നമ്മൾ ഇത്രയും 57-58 മാസമായി, 60 മാസത്തിൽ ഇതെല്ലാം കൊടുത്തു പോയി. അപ്പോൾ ഇപ്പോഴും അന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ഈ ശമ്പള പരിഷ്കരണത്തിൻ്റെ അന്ന് പറഞ്ഞിരുന്ന ശമ്പള പരിഷ്കരണത്തിൻ്റെ മുഴുവൻ ബാധ്യതയും കൊടുത്തു നിർത്തിയത് ഈ 5 വർഷം കൊണ്ട് ഈ സർക്കാരാണ്. ഏത് സർക്കാരും അങ്ങനെ അതിനു മുമ്പാകുമ്പോഴും നമ്മുടെ ടൈമിംഗ് അനുസരിച്ചിട്ട് ഈ ലാസ്റ്റ് സമയത്തേക്ക് വരുമ്പോഴാണ് ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യം വരിക. അത് 2006 ഗവൺമെൻറ് ആയാലും 2010 എല്ലാ ഗവൺമെൻറ്റുകൾക്കും ആ ബാധ്യതയുണ്ട്. അങ്ങനെ തന്നെയാണ് ആ ശമ്പള പരിഷ്കരണം കൊടുക്കുന്നത്. നമ്മൾ 25,000 കോടി രൂപയിലധികം, 25,000-30,000 കോടിയോളം വരുന്നതിൻ്റെ ഏകദേശം കണക്ക് പെൻഷൻകാരുടെ കുടിശ്ശിക, ശമ്പളത്തിൻ്റെ കുടിശ്ശിക, DA കുടിശ്ശിക, പെൻഷൻ എല്ലാം നമ്മൾ കൊടുത്തു തീർത്തു. വാസ്തവത്തിൽ കൊടുത്തു തീർത്തത് ഇപ്പം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആയിട്ടാണ് കൊടുത്തു തീർത്തു അന്നത്തെ. അപ്പോൾ അത് കൊടുക്കാതിരിക്കുകയല്ല ഒരു ഗവൺമെൻറ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചിട്ട് ഒരു കാര്യം ഞാൻ പറയാം, ആ ശമ്പള പരിഷ്കരണം 3 മാസത്തോടെ തന്നെ കമ്മീഷൻ പൂർത്തീകരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അത് മാത്രം പറഞ്ഞാൽ ജീവനക്കാർക്ക് ഇതാവില്ല. അതുകൊണ്ടാണ് അവർക്കിപ്പോൾ ഈ മാസം ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിൻ്റെ കൂടെ മാർച്ച് ആദ്യം കിട്ടുന്ന ശമ്പളത്തിൽ ഒരു DA കൂടെ കിട്ടും, ഏപ്രിൽ മാസം ആദ്യത്തെ ശമ്പളത്തിൻ്റെ കൂടെ ബാക്കി കിട്ടാനുള്ള DA മുഴുവൻ കിട്ടും. ഇത് പറയുമ്പം ഇവർ പറഞ്ഞിട്ട് പോവാ, ഇവരിത് ചെയ്യാനല്ല എന്ന് പ്രതിപക്ഷ നേതാവോട് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, ഞാൻ കുറച്ച് കണ്ടു. പിന്നെ അങ്ങനൊന്നും അല്ല, ചെയ്തിട്ട് പോകാൻ വേണ്ടിയാകും. അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഈ ഇൻകം അതിന് നമ്മുടെ അക്കൗണ്ടിനകത്ത് ഇതിനുള്ള ഗഡുക്കളായി കൊടുക്കാനുള്ള പണം മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റി വെക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, ഉദ്യോഗസ്ഥന്മാരാണ്, അതിന് നിയമം അനുസരിച്ച് അവർക്കും ചെയ്യാൻ പറ്റൂ. അല്ലാതെ ചുമ്മാതെ വരവ് ഇത്ര രൂപ, ചിലവ് ഇത്ര രൂപ, അങ്ങനെയൊന്നും കണക്കെഴുതാൻ പറ്റത്തില്ല സർക്കാർ. അതിന് സിസ്റ്റമുണ്ട്. ഈ ബഡ്ജറ്റിൻ്റെ പ്രോസസ്സ് തുടങ്ങിയിട്ട് 6 മാസമായി. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും കാൽക്കുലേഷനും താഴത്തെ പഠനം നടത്തി കൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിനകത്ത് റിസോഴ്സസ് സംബന്ധിച്ചൊക്കെ നോക്കിയിട്ട് ചില എക്സ്പെക്റ്റേഷനുകളൊക്കെ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ വർഷത്തെ 10-20 വർഷത്തെ ഒരു പാറ്റേൺ നോക്കും. അങ്ങനെ വെച്ചേക്കുന്ന ഇതാണ്. അതുകൊണ്ട് ഈ ശമ്പള കമ്മീഷൻ്റെ കാര്യം ഇത്ര ആലോചിച്ചിട്ടാണ് വെച്ചത്. അപ്പോൾ ഈ കുടിശ്ശിക കൊടുത്തു തീർക്കുന്ന കാര്യവും ചെയ്തു. ഇപ്പോൾ കുറച്ച് കുടിശ്ശികയുണ്ട്, 11%-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 
പിന്നെ പഴയ കുറച്ച് കുടിശ്ശികയുണ്ട്, 25,000 കോടി രൂപയിലധികം കുടിശ്ശികയുണ്ട്. ഞാൻ പറഞ്ഞു ആകെ ഈ ഗവൺമെൻറ്റിന് ഞങ്ങൾ വരുന്ന സമയത്ത് കോവിഡും മറ്റ് ചലഞ്ചസും ഒക്കെ ആയിരുന്നു. അന്ന് വലിയ തോതിൽ നമ്മുടെ GSDP-യുടെ 38% നമുക്ക് ബോറോയിങ് ഉണ്ടായിരുന്നു. കേന്ദ്രം വലിയ തോതിൽ ഇപ്പോൾ കിഫ്ബിയുടെ പേര് പറഞ്ഞും പെൻഷൻ കമ്പനിയുടെ പേര് പറഞ്ഞും ഏകദേശം ഒരു 10,000 കോടി ഒരു വർഷം കട്ട് ചെയ്തിട്ടുണ്ട്. ഈ കട്ടിങ്ങും കിട്ടാനുള്ള വരുമാനം എല്ലാം പോയിട്ടും നമ്മളിതെല്ലാം കൊടുത്തുള്ള ആകെ കിടക്കുന്നൊരു ഒറ്റ ഔട്ട്സ്റ്റാൻഡിങ് പ്രശ്നമേ ഉള്ളൂ. അത് ഈ PF ആൻഡ് പിന്നെ കുടിശ്ശിക, ഈ DR-ഉം DA-യും കുടിശ്ശിക മാത്രമേ ഉള്ളൂ. അത് കൊടുത്തു തീർക്കുമെന്ന് വെച്ചു കണക്ക് വെച്ചിട്ട് ഈ വർഷം തന്നെ മീൻസ് ഏപ്രിൽ തൊട്ടുള്ള വർഷം അതിൻ്റെ ഒരു ഗഡു കൊടുക്കാനുള്ള, ഞാൻ ബഡ്ജറ്റിൽ പറഞ്ഞു, അത് കൊടുക്കാനുള്ള പണം അതിലുണ്ട്. അത്ര ആത്മവിശ്വാസത്തോടുകൂടി ഈ കാര്യങ്ങൾ പറയാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞു അങ്ങനെ അതിന് പണം വെച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ സമയം ശ്രീ രമേശ് ചെന്നിത്തല അന്നത്തെ UDF നേതൃത്വം പ്രതിപക്ഷം പറഞ്ഞ പോലെ ഞങ്ങൾ വരുമ്പം പൊളിയാൻ വേണ്ടിയാണ് ഇത് വെച്ചേക്കുന്നത്. അങ്ങനല്ല, പൊളിയില്ല എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെ ആ കാര്യം ചെയ്തു. ഇപ്പോഴും ആ പണം വെച്ചേക്കുന്നത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ DA കൊടുക്കും, ഈ പറഞ്ഞ പിന്നെ ഈ ഗഡു കൊടുക്കും, ശമ്പള പരിഷ്കരണം വരും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് കേരളത്തിൽ ഇന്ത്യയിലാകെ ഉയർന്നു വന്ന പ്രശ്നമാണ് പങ്കാളിത്ത പെൻഷൻ. പങ്കാളിത്ത പെൻഷൻ എങ്ങനെ പരിഹരിക്കും? വിശദമായ കുറേ പഠനം നടത്തി. മറ്റ് ചില സ്റ്റേറ്റുകളിൽ കാര്യം ചെയ്തു. രാജസ്ഥാനും ഹിമാചൽ പ്രദേശും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ്, രാജസ്ഥാൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്, ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ ഇതുവരെ പ്രഖ്യാപിച്ചു. കൃത്യമായൊരു പദ്ധതി ഇല്ല. ഞങ്ങൾ പലതും നോക്കിയിട്ട് ഒരു ഏകദേശം ഒരു പദ്ധതിയോടുകൂടിയാണ്. അതിൻ്റെ വിശദമായ ഓർഡറൊക്കെ ഇറക്കും. അതിൻ്റെ കൃത്യമായ ഈ എല്ലാ കാര്യങ്ങളും വീണ്ടും തയ്യാറാക്കി വരുന്നുണ്ട്. അതിനകത്ത് 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ 10% കോൺട്രിബ്യൂഷൻ ജീവനക്കാരടയ്ക്കുന്നുണ്ട്, സർക്കാരും 10% അടയ്ക്കുന്നുണ്ട്. ഈ കോൺട്രിബ്യൂഷൻ PFRDA-യുടെ ഒരു അക്കൗണ്ടിലാണ് പോകുന്നത്. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയൊക്കെ ഉണ്ട്.
അപ്പോൾ ഇതിനകത്ത് തുടരുന്ന ആളുകൾക്ക് അതിൽ തുടരാം, അവർക്ക് ഇത് ചേരാം. അത് തുടരാൻ സാധ്യതയില്ല, കാരണം ഇതാണ് ബെനിഫിഷ്യൽ. മറ്റേത് പാവപ്പെട്ട പല ആളുകളും പെൻഷനായിട്ട് 3000 രൂപയും 2000 രൂപയും 1000 രൂപയൊക്കെ പെൻഷൻ കിട്ടുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാലല്ല, വേറെ സ്കീമാണ്. അപ്പോൾ എന്നാലും അവർക്ക് ഓപ്ഷനുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മളിത് പറയുന്നത് എന്താ, പെൻഷൻ ലാസ്റ്റ് ഡ്രോൺ ബേസിക്സ് പേയുടെ 50% അഷ്വേർഡ് ആകും. അതിനൊപ്പം DR കൊടുക്കുന്നൊരു സംവിധാനം കാണും. മൂന്നാമത്, ഈ ഫണ്ട് മുഴുവൻ നമ്മൾ ഇടുന്നത് സർക്കാർ അടയ്ക്കുന്ന പണവും അവരുടെ പണവും, പിന്നെ കുറച്ച് ഗ്യാപ്പ് വരും, സർക്കാരിന് നല്ല ഗ്യാപ്പ് വരും ഇത് കൊടുക്കാൻ. കാരണം ഈ 10-20% കൊണ്ട് പിന്നെ 50% പോയിട്ട് 25% പോലും കൊടുക്കാൻ കാണത്തില്ല എന്നുള്ളത് ഉറപ്പല്ലേ. പക്ഷേ ആ ഫണ്ട് പ്രത്യേകം ഇട്ട് മാനേജ് ചെയ്യും. ആ ഫണ്ടിനകത്തേക്ക് സർക്കാർ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ഫണ്ട് ഉണ്ടാവും. ഏപ്രിൽ 1 തൊട്ട് ഇത് കൊടുക്കത്തക്ക വിധത്തിലേക്കുള്ള ഓർഡേഴ്സ് ബാക്കി അത്യാവശ്യമായിട്ട് നിന്ന് ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ തന്നെ ഈ കാര്യങ്ങൾ നോക്കി നമ്മൾ സ്റ്റഡി ചെയ്ത് കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ വിശ്വസനീയമായി ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പാക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ പെൻഷൻ്റെ കാര്യം വന്നേക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലാകെ പല സ്റ്റേറ്റുകളിലും ഇത് വ്യത്യസ്തമായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ രാജസ്ഥാനും മറ്റും ഇത് അനൗൺസ് ചെയ്തെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അങ്ങനത്തെ സാങ്കേതിക കാര്യമുണ്ട്. തമിഴ്നാട് ഇപ്പോൾ അനൗൺസ് ചെയ്തു. തമിഴ്നാടാണെങ്കിൽ അവിടുത്തെ LICയിലായിരുന്നു പണം ഇട്ടിരുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ചർച്ചയാണ്. അവരുടെ PFRDL LIC എന്നാണ്, അങ്ങോട്ട് പണം മാറ്റണം. അവരുടെ സർക്കാരിൻ്റെ പണം ഇട്ടിരുന്നില്ല, അതിന് പ്രത്യേക പണം കണ്ടെത്തണം. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സർക്കാരിൻ്റെ പണമൊക്കെ ആദ്യം തൊട്ട് തന്നെ നമ്മുടെ 10% ആദ്യം തന്നെ വേണ്ടിയിട്ടുണ്ട്. എന്നാലൊരു പുതിയ സങ്കീർണമായ പ്രശ്നമായിട്ട് അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്കിത് പരിഹരിച്ച് തന്നെ കൊടുക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഡിസംബർ 1 തൊട്ട് എന്ന നിലയിൽ, അല്ല ഏപ്രിൽ 1 തൊട്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജീവനക്കാരെ സംബന്ധിച്ചും തൊഴിലാളികളെ സംബന്ധിച്ചും കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ധാരാളം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാം ഒരു ബഡ്ജറ്റിൻ്റെ സമയപരിമിതിക്കകത്ത് ഞാൻ മൊത്തം എഴുതിയത് വായിക്കുകയാണെങ്കിൽ എല്ലാ റെക്കോർഡും മറികടന്ന് പോയനെ. കാരണം വീണ്ടും സംഭവമുണ്ട്. ഞാൻ കുറച്ച് സ്പീക്കറുടെ അനുവാദത്തോടു കൂടി അത് ഒഴിവാക്കുമെന്ന് പറഞ്ഞു. എന്നാലും ഇനി എത്രയോ കാര്യങ്ങൾ എഴുതാനുണ്ട്. ഈ പദ്ധതികളിൽ വരുന്ന ധാരാളമാണ്, എല്ലാം എഴുതിയിട്ടില്ല. അപ്പം അതിനകത്ത് ഇപ്പോൾ ഗ്രീൻ ഹൈഡ്രജൻ വാലി 10,000 കോടിയുടെയാണ്. ഇപ്പോൾ ഗ്രീൻകോ എന്ന് പറഞ്ഞ ലോക പ്രശസ്തമായ കമ്പനി 10,000 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയാണ് ടാവേഴ്സിൽ. അവർ മാത്രമല്ല, ഈ ഇപ്പോൾ അവിടെ പോയിട്ട് വന്നിട്ടുള്ള GCCകൾ കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ ഇപ്പം കുറേ പുതിയ സംവിധാനങ്ങൾ ഇപ്പോൾ പിന്നെ കമ്പനികൾ വരുന്നതിന് വേണ്ടിയിട്ടുള്ള താല്പര്യമുണ്ട്. മദർഷിപ്പുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചയുണ്ട്. അതൊക്കെ ഈ ബഡ്ജറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. മദർഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഷിപ്പ് ബിൽഡിങ്ങിന് ഇന്ത്യ വേറെ ഇടത്തുമില്ല. ഇന്ത്യയിലെ ഏറ്റവും നല്ല യൂണിറ്റുകളുള്ളത് ബോംബെയിലൊക്കെയാണ്, ഈ ABB പിന്നെ വിശാഖപട്ടണത്തൊക്കെ. പക്ഷേ അതിനേക്കാളൊക്കെ ഇത്രയും വലിയ മദർഷിപ്പ് ബിൽഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ആഴമുള്ള കടലും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രൊജക്റ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം പറഞ്ഞിട്ടില്ല.